ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു സ്പാ ഓണറാണോ എങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് അവസാനം വരെ കാണാം. പല സ്പാ ഓണേഴ്സും പറയുന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ അവർ ഫേസ്ബുക്കിൽ ഒത്തിരി പൈസയ്ക്ക് പരസ്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ലീഡ്സ് കിട്ടുന്നില്ല, ക്വാളിറ്റി എൻക്വയറീസ് വരുന്നില്ല. ഒരുപാട് ലീഡ്സ് വരുന്നുണ്ട്, പക്ഷെ ഇവർ പലരും എത്തുന്നില്ല, സ്പായിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി വരാറുണ്ട്. നിങ്ങൾക്ക് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുതരാൻ പറ്റുന്ന ഒരു ഫ്രീ ടൂൾ ഉണ്ട്. ഗൂഗിളിൻ്റെ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞ ടൂള്. പലരും ലൊക്കേഷൻ ഇതിൽ ടാഗ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെ ലൊക്കേഷൻ ആഡ് ചെയ്ത് വെക്കാറുണ്ട് ഗൂഗിൾ മൈ ബിസിനസ്സിൽ. പക്ഷേ പിന്നീട് ഇതിൽ നമ്പർ ആഡ് ചെയ്യാനോ റിവ്യൂസിന് റിപ്ലൈ കൊടുക്കാനോ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാനോ ഒന്നും മെനക്കെടാറില്ല എന്നുള്ള സത്യം. പലരും പിന്നീട് അതിനെ ശ്രദ്ധിക്കല്ല, ജസ്റ്റ് ലൊക്കേഷൻ ആഡ് ചെയ്ത് വെക്കും, അത്ര മാത്രം. അഡ്രസ്സ് ഒക്കെ കൊടുത്ത് ലൊക്കേഷനൊക്കെ ആഡ് ചെയ്ത് വെക്കും, പിന്നീട് ഇതിനെ മൈൻഡ് ചെയ്യില്ല എന്നുള്ള. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രൂപ സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുതരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ എന്നൊരു സ്പാ ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഗൂഗിൾ മൈ ബിസിനസ് നോക്കിയ സമയത്ത് അവർക്ക് ഒറ്റ കോൾ അതിൽ വരുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കണ്ടാൽ അറിയാം, ഒറ്റ കോൾസ് അതിലില്ല. അങ്ങനെ അവർ ഫേസ്ബുക്കിൽ ഒരുപാട് പരസ്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു ക്വാളിറ്റി ലീഡ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സജഷൻസിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്ത് തുടങ്ങി. തൊട്ടടുത്ത മാസം മെയ്യിൽ അവർക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. കഴിഞ്ഞ മാസം ജൂണിൽ അവർക്ക് വന്നത് ഏകദേശം 500 കോൾസ്. നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടാൽ അറിയാൻ പറ്റും. അത്രയും ചേഞ്ച് വന്നു അവർക്ക്. അത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും കൃത്യമായിട്ട് അവരതിൽ അപ്ഡേറ്റ് ചെയ്യാനും റിവ്യൂസ് കൊടുക്കാനും ഒക്കെ ശ്രമിച്ചതിന് ശേഷം അവർക്ക് അത്രയും ഒരു ചേഞ്ചസ് അതിൽ വന്നു. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫേസ്ബുക്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നത്. ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് നിങ്ങളുടെ സർവീസ് ആവശ്യം ഉണ്ടാവില്ല, മുമ്പ് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ ഗൂഗിളിൽ ഒരുത്താൻ സെർച്ച് ചെയ്യാൻ നടക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ സർവീസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആളായിരിക്കും. ആ പെർട്ടിക്കുലർ ടൈമിൽ അതിന് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അത് എടുക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ശരിയല്ലേ? നമ്മളിപ്പം വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബെസ്റ്റ് ഹോട്ടൽ നിയർ മീ എന്ന് പറഞ്ഞിട്ട് ആരും സെർച്ച് ചെയ്യുമോ? ഇല്ല. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആഹാരം കഴിക്കാൻ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുക, പുറത്ത് പോയി ആഹാരം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബെസ്റ്റ് ഹോട്ടൽ നിയർ മീ. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ബെസ്റ്റ് ഹോസ്പിറ്റൽ നിയർ മീ, അല്ലെങ്കിൽ ബെസ്റ്റ് ഡോക്ടർ നിയർ മീ. നമുക്ക് ആവശ്യം വരുമ്പോഴാണ് നമ്മളൊരു സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പം ചുമ്മാ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുന്നതും സെർച്ച് ചെയ്ത് കാണുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ് ഇതേപോലെ ഒപ്റ്റിമൈസ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്